ഇങ്ങനെ ലോകത്ത് പുതിയ കൂട്ടുകെട്ടുണ്ടാകാൻ തുടങ്ങി. സാമ്രാജ്യത്വത്തിന്റെ ഏകഛത്രാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികൾ പലയിടത്തായി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അമേരിക്കക്ക് പഴയതുപോലെ ലോകത്തിന്റെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാം എന്ന അവസ്ഥ മാറി. ആ ധൈര്യത്തിൽ നിന്നാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന് പറഞ്ഞിട്ടും ഇന്ത്യ നിർത്താത്തത്. എന്നാൽ സുശക്തമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് ഇന്ത്യക്ക് കൈക്കൊള്ളാൻ കഴിയില്ല. കാരണം അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയം അതാണ്. ഇതിന്റെ ഗുണഭോക്താവാണ് അംബാനി. ഗുജറാത്തിലെ ജാംനഗറിൽ അംബാനിയുടെ ഓയിൽ റിഫൈനറിയിലേക്ക് എണ്ണ വരുന്ന റഷ്യയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ റിഫൈനിങ് കോസ്റ്റ്, സംസ്കരണ ചെലവ് ഇന്ത്യയിലെ ഈ പ്ലാന്റിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലിൽ അസംസ്കൃത ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് അവിടെ സംസ്കരിച്ച് ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് കോടാനുകോടി സമ്പാദിക്കുന്ന അംബാനിയുടെ താല്പര്യമുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വേറെ വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും സാമ്രാജ്യത്വത്തിനെതിരായ ഒരു കർശന നിലപാട് സ്വീകരിക്കില്ല. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നോക്കൂ. ഇസ്രായേലിന് യാതൊരു തകരാറും സംഭവിക്കാത്ത വിധത്തിലുള്ള പശ്ചിമേഷ്യൻ നയമാണ് അമേരിക്ക ഉള്ളത്. ഒരാളും ഇസ്രായേലിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലപാട്. അതുകൊണ്ടാണ് ഇസ്രായേൽ കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തെ ബുഷ് അപലപിക്കാത്തത്. ആ ഇസ്രായേലുമായി ഇന്ത്യയുടെ ബന്ധം എന്താ? ഇസ്രായേലിൽ ഒരു മന്ത്രി ഇവിടെ കൊണ്ടുവന്ന് വ്യവസായ നിക്ഷേപ കരാർ ഉണ്ടാക്കിയില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരപരാധികളെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേൽ നയത്തിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കുന്നുണ്ടോ നരേന്ദ്രമോദി? അതവരുടെ നയം അതാണ്. ഇത് ഈ നയങ്ങൾക്കിടയിലും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രകടനമാണ് എണ്ണ ഇറക്കുമതിയും അതിന്മേലുണ്ടായ തർക്കവും. അതിപ്പോൾ പരിഹരിക്കാൻ പോകുന്നു എന്നാണല്ലോ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ശക്തമായൊരു ഏറ്റുമുട്ടലിലേക്ക് ഇന്ത്യൻ മുതലാളിത്തം പോവില്ല. കാരണം ഇന്ത്യൻ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തകകളോട് ഒപ്പം നിന്ന് ജനങ്ങളെ കൊള്ളയടിക്കുന്ന വൻകിട ബൂർഷ്വാസിയായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പഴയതുപോലുള്ള മുതലാളിത്തമല്ല ഇന്ത്യയിൽ. വൻകിട ബൂർഷ്വാസിയായി IBM-മായി കൂട്ടുകൂടാൻ കഴിയുന്നവർ, അതുപോലെ വിദേശ കമ്പനികളുമായി സഹകരിക്കുന്നവർ, വിദേശ മൂലധനം ഇറക്കുമതി ചെയ്ത് അതിന്റെ ഗുണഭോക്താക്കളായി പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള മുതലാളിത്ത ശക്തികൾ ഇന്ത്യയിൽ വളർന്നു വന്നതുകൊണ്ട് അവരുടെ വർഗ താല്പര്യം അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് സാഹചര്യം. ഏകധ്രുവ ലോകം പ്രധാനമായും ഉയർന്നു വന്നത് സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷമാണ്. സോവിയറ്റ് തകർച്ചയ്ക്ക് മുമ്പ് തന്നെ അമേരിക്ക ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക സാമ്പത്തിക ശക്തിയായി വളർന്നു വരുന്നുണ്ടായിരുന്നു. അതിലേക്ക് അമേരിക്കയെ നയിച്ചതും ആ ഒരു അവസ്ഥയിലേക്ക് സോവിയറ്റ് യൂണിയൻ വരാതിരുന്നതും രണ്ട് സാഹചര്യങ്ങളിലാണ്. സോവിയറ്റ് യൂണിയന് സാമ്രാജ്യത്വ മോഹം ഉണ്ടായിരുന്നില്ല. സോവിയറ്റ് യൂണിയനിലെ ജനങ്ങളെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ സംരക്ഷിക്കുക, അവർക്ക് തൊഴിൽ നൽകുക, ആ രാജ്യത്തെ സാമ്പത്തികമായി വളർത്തുക, അതോടൊപ്പം ലോകത്ത് നാടുവാഴിത്തത്തിനെതിരായി സമരം ചെയ്യുന്നവർ, മുതലാളിത്ത വ്യവസ്ഥക്കെതിരായി സമരം ചെയ്യുന്നവർ, സ്വയം ഒരു രാഷ്ട്രമായി നിർണയം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർ, ഇതുപോലുള്ള എല്ലാ വിമോചന ശക്തികളെയും സഹായിക്കുക എന്നെല്ലാമുള്ളതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ഒരു നയം. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് സോവിയറ്റ് പുസ്തകങ്ങൾ ധാരാളമായി നമുക്ക് മലയാളത്തിൽ കിട്ടുമായിരുന്നു. എത്ര കോടി ഉറുപ്പിക അവർ ചെലവഴിച്ചിട്ടുണ്ടാവും ലോകം മുഴുവൻ മാർക്സിസം പഠിപ്പിക്കാൻ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ പിന്നോക്കമായിരുന്നു ആ കാലത്ത്. ബ്രിട്ടീഷുകാരുടെ 2 നൂറ്റാണ്ട് കാലത്തെ ആധിപത്യം ഇന്ത്യയിൽ വലിയ വളർച്ചയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. നമ്മുടെ സമ്പത്ത് കവർച്ച ചെയ്ത് കൊണ്ടുപോകലായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ഇന്ത്യയെ വികസിപ്പിക്കാൻ, വ്യവസായ കാർഷിക മേഖലയിൽ വികസിപ്പിക്കാൻ നമ്മളെ കാര്യമായി സഹായിച്ചത് സോവിയറ്റ് യൂണിയനാണ്. നെഹ്റുവും കൂട്ടരും വളരെ പ്രതീക്ഷയോടെ അമേരിക്കയൊക്കെ സമീപിച്ചിരുന്നു. അവരൊന്നും സഹായിച്ചില്ല. സോവിയറ്റ് യൂണിയനാണ് സഹായിച്ചത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം സോവിയറ്റ് യൂണിയന്റെ കരുത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് ചുറ്റും നിൽക്കുന്ന കുറേ ലോകരാജ്യങ്ങൾ കൂടി ചേർന്ന് 2 ധ്രുവങ്ങളിലായി ലോകരാഷ്ട്രീയം കേന്ദ്രീകരിച്ചിരുന്നു. അതാണ് ഇരുധ്രുവ ലോകം. അമേരിക്ക കേന്ദ്രമായൊരു ലോകം, സോവിയറ്റ് യൂണിയൻ കേന്ദ്രമായൊരു ലോകം. അപ്പം ഇന്ത്യയെ സഹായിച്ചതെന്ന് സോവിയറ്റ് യൂണിയൻ. അന്നത്തെ സാഹചര്യമാണ് ഇന്ത്യയുടെ വികസന നയം തന്നെ
തീരുമാനിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ വന്നത്. പഞ്ചവത്സര പദ്ധതികൾ, ഇറക്കുമതി ബദൽ സാമ്പത്തിക നയം, അത്യാവശ്യം ജനങ്ങൾക്ക് സഹായമൊക്കെ കിട്ടത്തക്ക നിലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നയങ്ങൾ, ഇതെല്ലാം അന്നത്തെ സൃഷ്ടിയാണ്, അന്നത്തെ സാഹചര്യത്തിൽ സൃഷ്ടിയാണ്. പൊതുമേഖലയിലെ വികസനം സോവിയറ്റ് യൂണിയനെ സഹായിച്ചു. ബാങ്കുകൾ ദേശവൽക്കരിച്ചത് അന്നത്തെ സാഹചര്യത്തിൽ സൃഷ്ടിയാണ്. അതായിരുന്നു ആ ഒരു അവസ്ഥ. എന്നാൽ അമേരിക്ക നേതൃത്വം നൽകുന്ന മുതലാളിത്ത ലോകം ഈ സാഹചര്യത്തെ മറികടക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ ലോകത്ത് എപ്പോഴും നടക്കുന്നൊരു പ്രക്രിയയാണ് വർഗസമരം എന്നത്. ചൂഷകരും ചൂഷിതരും തമ്മിലുള്ള വർഗസമരം രാവും പകലും പോലെ, ഉത്തരധ്രുവം ദക്ഷിണധ്രുവം പോലെ ഒരു പ്രകൃതി യാഥാർത്ഥ്യമാണ് ഈ വർഗസമരം. ഇനി സോഷ്യലിസം വന്നാൽ വർഗസമരം ഉണ്ടാവില്ലേ? അതിനും മറുപടി പറഞ്ഞു, പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള സമരം അന്നും ഉണ്ടാവും. പ്രകൃതിയെ കീഴടക്കാൻ ഭൂമിയിൽ കാലൂന്നി അന്തരീക്ഷത്തിലേക്ക് കൈയുയർത്തി നിൽക്കുന്ന അതിശക്തനായ മനുഷ്യൻ ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ കീഴടക്കാനുള്ള സമരം അന്നും തുടരും. വർഗരഹിത സമുദായം വന്നാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചതാണ്. അക്കാലത്ത് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന നമ്മുടെ കാലം ലോകത്ത് ഒരു ധ്രുവം മാത്രമായിരുന്നില്ല ലോകകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. അന്നാണ് നമ്മുടെ നയമൊക്കെ രൂപം കൊണ്ട്. എന്നാൽ 91 സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ലോകരാഷ്ട്രീയം മാറി. അമേരിക്കയുടെ മേധാവിത്വം കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നു. അമേരിക്കയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ലോകശക്തി പിന്നെ വേറെയില്ല. ചൈനക്ക് അത്ര ശേഷി അന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായി ലോകരാജ്യങ്ങളുടെ മനോഭാവങ്ങളിൽ മാറ്റം വന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരിൽ ബൂർഷ്വാസി ഉണ്ടായിരുന്നു. ഇന്നത്തേതുപോലുള്ള വൻകിട കുത്തകകളൊന്നും ആയില്ലെങ്കിലും വൻകിട ബൂർഷ്വാ വിഭാഗത്തിലേക്ക് വളർന്നു വന്നുകൊണ്ടിരുന്ന ബൂർഷ്വാ വർഗം അന്ന് ഉദയം ചെയ്തിരുന്നു. അവരും മറ്റ് ജനങ്ങളും എല്ലാം കൂടി ചേർന്നാണ് ദേശീയ പ്രക്ഷോഭം സമരം നടത്തിയത് ബ്രിട്ടനെതിരായിട്ട്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ ബൂർഷ്വാസി സ്വാതന്ത്ര്യാനന്തരം അവന്റെ വർഗ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഭരണ നയം ഉണ്ടാക്കിയത്. നമ്മുടെ വികസന കാഴ്ചപ്പാട് അതായത് ഒന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. അന്നത്തെ ആ ബൂർഷ്വാസി പൊതുമേഖല മുതൽ മുടക്കാൻ തീരുമാനിച്ച നയത്തിന്റെ വക്താക്കൾ, ദേശസാൽക്കരണത്തിന് ശ്രമിച്ച ഗവൺമെന്റ് നയത്തിന് നേതൃത്വം കൊടുത്ത ആ വർഗം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അവരുടെ കാഴ്ചപ്പാട് മാറി. അവർ സാമ്രാജ്യത്വവുമായി സഹകരിച്ചുകൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പുതിയ നയത്തിലേക്ക് മാറി. കാരണം സ്വാതന്ത്ര്യം കിട്ടി ഒരു 2-3 പതിറ്റാണ്ടുകൾ കാലം രാജ്യത്തെ കൊള്ളയടിച്ചു, വലിയ സമ്പത്തുണ്ടാക്കി, വലിയ മൂലധനം അവർ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തെ ടാറ്റയല്ല 45-50 കാലത്തെ ടാറ്റ. IBM എന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഡയറക്ടർ ആവാൻ യോഗ്യനായി. വിദേശ രാജ്യങ്ങളിലേക്കും മൂലധനം അല്പമൊക്കെ കയറ്റുമതി ചെയ്യാനുള്ള കഴിവിലേക്ക് അവർ വന്നു. മൂലധനത്തിനൊരു പ്രത്യേകതയുണ്ട്. മൂലധനത്തിന് നിശ്ചലമായിരിക്കാൻ പറ്റില്ല. അതിനെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. ലാഭമുണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ പുതിയ സാഹചര്യത്തിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം? 91 വരെയുള്ള കാലം ഇന്ത്യ പൂർണ്ണമായി ഇവരുടെ പിടിയിലാണ്. എന്തുണ്ടാക്കിയാലും ചൂടപ്പം പോലെ വിറ്റു. അതുകൊണ്ട് ഉപഭോക്തൃ വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെട്ടവർ വലിയ സമ്പത്തുണ്ടാക്കി. പിന്നെയും നിലനിൽക്കണമെങ്കിൽ ലോകത്തുണ്ടായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച, പുരോഗതി ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി വ്യവസായ ഉൽപാദനത്തിലും സാങ്കേതിക വിദ്യയിലൊക്കെ മാറ്റം വരുത്തണം. അതിനുവേണ്ടി അവർ അമേരിക്കൻ സാമ്രാജ്യത്വമായി കൂടുതൽ അടുക്കാൻ തീരുമാനിച്ചു. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നയങ്ങളിൽ മാറ്റം വന്നു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നുള്ള നയങ്ങളിലേക്ക് നമ്മൾ പോയി. ഇന്ത്യൻ ഭരണകൂടം സാമ്രാജ്യത്വത്തിന് മുമ്പിൽ കീഴടങ്ങിയതല്ല. സാമ്രാജ്യത്വവുമായി ചേർന്ന് ഇന്ത്യൻ ബൂർഷ്വാസി സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സ്വീകരിച്ച ഒരു നയമാണത്. അല്ലാതെ ഇവൻ കോംബ്രദോർ ബൂർഷ്വാസിയൊന്നുമല്ല, വൻകിട ബൂർഷ്വാസി തന്നെ. ആ നയമാണ് സ്വീകരിച്ചത്.
ആ കാലത്ത് അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തി വൻകിട ശക്തിയായി മാറി. 1917 സോവിയറ്റ് യൂണിയൻ വന്നു. സോഷ്യലിസത്തിന്റെ മുന്നേറ്റത്തിന്റെ പ്രവണതകൾ ലോകത്ത് പലയിടത്തായി പ്രത്യക്ഷപ്പെട്ടു. യൂറോപ്പിലൊക്കെ ഇടതുപക്ഷത്തിന്റെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. മാർക്സിസത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വലിയ സ്വാധീനം എത്തിയിട്ടില്ലാത്ത രാജ്യമാണ് അമേരിക്ക. എന്നാൽ യൂറോപ്പ് അങ്ങനെയല്ല. യൂറോപ്പിൽ തൊഴിലാളി വർഗ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇടതുപക്ഷ ആശയങ്ങൾ, കമ്മ്യൂണിസത്തിന്റെ സ്വാധീനം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഏഷ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്നു. ഇതിനോട് മത്സരിക്കാൻ പുതിയൊരു സോഷ്യലിസ്റ്റ് ശക്തി ശത്രുവായി വന്ന സാഹചര്യത്തിൽ മത്സരിക്കാനുള്ള പുതിയ ആസൂത്രണവുമായി മുതലാളിത്തം മുന്നോട്ട് വന്നു. പ്രസിദ്ധനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ഒരാളുണ്ടായിരുന്നു, മെയ്നാൾഡ് കെയ്ൻസ്. കെയ്ൻസ് മുതലാളിത്ത ശക്തികളോട് ഉപദേശിച്ചു, നിങ്ങളിങ്ങനെ സമ്പത്തുണ്ടാക്കി വലിയ ലാഭം ഉണ്ടാക്കി വെച്ചിങ്ങനെ പോയാൽ ഇത് കാലാകാലവും നിലനിൽക്കില്ല. സൃഷ്ടിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്ക് ക്രയശക്തി ഉണ്ടാക്കാനുള്ള നടപടി കൂടി നിങ്ങൾ സ്വീകരിക്കണം. ആ നയത്താണ് ഡിമാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വാങ്ങാൻ കഴിവില്ലെങ്കിൽ ഉൽപ്പാദനം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അപ്പോൾ മുതലാളിമാർ മൂലധനം ഉപയോഗിച്ച് നേടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു വീതിച്ചു കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കാം, മറ്റാനുകൂല്യങ്ങളായി കൊടുക്കാം, ക്ഷേമ പദ്ധതികളിലൂടെ കൊടുക്കാം. അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് മാറിയില്ലെങ്കിൽ ഈ വ്യവസ്ഥ തകർന്നു പോവും എന്നായിരുന്നു കെയ്ൻസിന്റെ കണ്ടുപിടുത്തം. അത് സ്വീകരിച്ചാണ് ലോക മുതലാളിത്തം സോവിയറ്റ് യൂണിയന്റെ ഉദയത്തിന് ശേഷം അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്തിയത്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വലിയ വളർച്ച നേടി. ഏതെങ്കിലും തരത്തിലുള്ള സമരത്തിന്റെയോ കമ്മ്യൂണിസത്തിന്റെയോ ഒരു സ്വാധീനമില്ലാത്ത രാജ്യം വലിയ ശുഭാപ്തി വിശ്വാസത്തിലെത്തി. ശാസ്ത്ര സാങ്കേതിക വിദ്യാ രംഗത്ത് അവർ ലോകത്തിന്റെ മുന്നിലെത്തി. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, നാനോ ടെക്നോളജി തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യയിൽ അവർ വലിയ മുന്നേറ്റം നടത്തി. ആയുധ നിർമ്മാണത്തിൽ അവർ മുന്നേറി. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ അവിടെ ഉയർന്നു വന്നു. വിവര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവര സമൂഹം വികസിച്ചു വന്നതായി അവർ അവകാശപ്പെട്ടു. അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിയുമെന്ന ധാരണയിൽ അമേരിക്ക മുന്നോട്ട് വന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസത്തെയും സോവിയറ്റ് യൂണിയനെയും സോഷ്യലിസത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയിൽ അവർ ഏർപ്പെട്ടു. അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല സോവിയറ്റ് യൂണിയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ അതിർത്തികളിൽ, മുതലാളിത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരവധി റേഡിയോ നിലയങ്ങൾ സ്ഥാപിച്ചു. അന്ന് ടെലിവിഷൻ അത്ര വ്യാപകമായിട്ടില്ല. ഒരു വ്യൂഹം ബോംബർ വിമാനങ്ങൾക്ക് ഒരു രാജ്യത്തുണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ നാശം ഒരു റേഡിയോ നിലയത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മുതലാളിത്തം കണ്ടുപിടിച്ചത്. ആ റേഡിയോ നിലയങ്ങളിലൂടെ റഷ്യൻ ഭാഷയിൽ റഷ്യൻ ജനങ്ങളുടെ ജീവിതത്തിന്റെ ദയനീയമായ സ്ഥിതി, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിലെ മറ്റ് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ വികസിക്കാത്ത റഷ്യൻ കമ്പോളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരീസിലെ മാർക്കറ്റുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രദർശനശാലകൾ, എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഇതായില്ല? അവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. ഒരു നല്ല ഷൂ, ഒരു നല്ല ഷർട്ട്, ഒരു നല്ല പേന, ഒരു നല്ല വാച്ച് പാശ്ചാത്യ കമ്പോളത്തിൽ കിട്ടുന്നത് പോലെ കിട്ടുമായിരുന്നില്ല. അവരെല്ലാ ജനങ്ങൾക്കും ഭക്ഷണം നൽകുന്ന നയം സ്വീകരിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി. മോശമൊന്നും ആയിരുന്നില്ല. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് എഴുതി, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നൊരു ജനതയെ എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല. അങ്ങനെ പലരും എഴുതി. നമ്മുടെ നാട്ടിൽ പോയ CH മുഹമ്മദ് എഴുതി. ആദ്യമായി ഒരു ബഹിരാകാശ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയച്ച് സോവിയറ്റ് യൂണിയനാണ്. ഗഗാറിനെ വഹിച്ചുകൊണ്ട് ആ ബഹിരാകാശ പേടകം അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പാർലമെന്റിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ നമുക്കും സാധിക്കും. അപ്പൊ സോഷ്യലിസം ഒരു രംഗത്തും മോശമായിരുന്നില്ല. പക്ഷേ
കാലോചിതമായ മാറ്റങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വരുന്ന മാറ്റങ്ങൾ പോലെ തന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നയങ്ങളിലും പരിപാടികളിലും വരുത്തിക്കൊണ്ട് മുതലാളിത്തത്തിന്റെ നൂതനമായ ആക്രമണങ്ങളെ നേരിടുക എന്നതിലാണ് അവർക്ക് പരാജയം സംഭവിച്ചത്. ആ സമയത്താണ് അമേരിക്ക ഈ വലിയ വളർച്ച നേടി. അവരുടെ ഗവേഷണ സ്ഥാപനങ്ങൾ, ശാസ്ത്ര പരീക്ഷണശാലകൾ, പുതിയ സാങ്കേതികവിദ്യ, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. ലോകത്തുള്ള അതിബുദ്ധിമാന്മാരായ മനുഷ്യരെ അവർ വിലക്കെടുത്ത് അവരുടെ യൂണിവേഴ്സിറ്റികളിലും ഗവേഷണ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ജോലിക്ക് വെച്ച് അവർ ഈ വലിയ വിദ്യ കരസ്ഥമാക്കി. അതുപയോഗിച്ചുകൊണ്ടാണ് സോവിയറ്റ് യൂണിയനെയും ലോകത്തെയും കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്. അതിനവർ പല മാർഗങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ നേരത്തെ സഖാവ് വിജയരാഘവൻ പറഞ്ഞില്ലേ, മാധ്യമങ്ങൾ, അതുപോലെ ഈ ഉയർത്തിക്കൊണ്ട് അവരുടെ പ്രചരണായുധങ്ങൾ. അമേരിക്കൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കാണുന്ന സിനിമകളാണ്. ഹോളിവുഡ് സിനിമ ലോകം മുഴുവനാണ് വരുന്നത്. അതിലൂടെ പ്രചരിപ്പിക്കുന്ന ആശയം എന്താ? ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. സിൽവിസ്റ്റർ സ്റ്റാൾ എന്ന് പറയുന്ന പ്രസിദ്ധനായ അമേരിക്കൻ സിനി ആർട്ടിസ്റ്റാണ് അതിൽ അഭിനയിച്ചത്. ഒറ്റയാൾ വിയറ്റ്നാമിൽ അമേരിക്കൻ സൈന്യത്തെ തോൽപ്പിക്കുന്നതാണ്. ഒറ്റയാൾ അവിടെയുള്ള പ്രാദേശിക ഭടന്മാരെ തോൽപ്പിക്കുന്നതാണ് അമേരിക്കക്കാരനായ ഈ ഭടൻ. വിമോചന പോരാളികൾ, ഒറ്റയാൾ. ഫസ്റ്റ് ബ്ലഡ്, അമേരിക്കയുടെ രക്തത്തിന്റെ മഹാത്മ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, സാംസ്കാരികമായൊരു യുദ്ധം. ഇങ്ങനെ പലതും. ലോകം മുഴുവൻ ഒരു ഭക്ഷണ രീതി, കെൻഡക്കി ഫ്രൈഡ് ചിക്കനും മെക്ഡൊണാൾഡ് ബർഗറും കോക്കക്കോളയും ലോകത്തിന്റെ മുഴുവൻ ഭക്ഷണമായി. വസ്ത്രധാരണത്തിൽ ഏകോപനം, ഏകാത്മകത, ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ അധികാരം സ്ഥാപിക്കൽ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൽ, ഭാഷയിൽ, ജീവിത രീതികളിൽ അവർ മാറ്റം കൊണ്ടുവന്നു. എല്ലാവർക്കും വസ്ത്രധാരണം, നമ്മൾ ഓരോരുത്തരും ഷർട്ടും മുണ്ടും ധരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് തയ്യൽക്കാരന് മുമ്പിൽ പോയി കഴുത്ത് നീട്ടി ഒന്നും കൊടുത്ത് അളവെടുത്ത് ഷർട്ട് തയ്ക്കും. അതിന് പകരം റെഡിമെയ്ഡ് ഷർട്ടുകൾ, ലൂസായ ഷർട്ടും ഫാഷനാണെന്ന് വരുത്തി തീർത്താൽ പിന്നെ ലൂസോ ടൈറ്റോ നോക്കാനുണ്ടോ, കടയിൽ പോയി റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങാം. വാലന്റൈൻസ് ഡേ പണ്ട് നമുക്കറിയുമായിരുന്നോ? കവിതാക്കൾ വാലന്റൈൻസ് ഡേ ലക്ഷക്കണക്കിന് കാർഡുകൾ വാങ്ങുന്നു. ഒരു വിൽപ്പനച്ചരക്കായി കാർഡ് മാറി. വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ പട്ടിണി കിടക്കുന്ന മൂന്നാം ലോക രാജ്യങ്ങളിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുപരിചിതമാണ്. അതാണ് അവരുടെ തന്ത്രം, അതാണ് അവരുടെ കഴിവ്. അങ്ങനെയാണ് അവർ ലോകത്തെ കീഴടക്കുന്നത്. അമേരിക്കൻ ഓൺലൈൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനം അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കൂട്ടുപിടിച്ച് അവരെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിവിപുലമായ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനമായി മാറി. ടൈം വാർണർ അവരെ ഏറ്റെടുത്തു. അമേരിക്കൻ ഓൺലൈൻ എന്ന് പറയുന്ന സ്ഥാപനം വൻകിട സ്ഥാപനമായി. അവരാണ് പിന്നെ ലോകത്തിന് സംസ്കാരവും ആശയമൊക്കെ പ്രചരിപ്പിച്ചു കൊടുക്കുന്നത്. ഈ വിധത്തിലാണ് സാമ്രാജ്യത്വം ലോകത്തിന് മേൽ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം സൈനിക ശക്തി വർദ്ധിപ്പിച്ചു, പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചു. സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനുമെതിരായ ആശയത്തിലൂടെ സോവിയറ്റ് യൂണിയനെ ദുർബലമാക്കി. സോവിയറ്റ് യൂണിയൻ ലോകത്തെ മുഴുവൻ സഹായിച്ചു. പലസ്തീൻ നിലനിന്നത് തന്നെ സോവിയറ്റ് യൂണിയന്റെ കരുത്തോടെ. പലസ്തീൻ എപ്പോഴും പിന്തുണ കൊടുത്തിരുന്നു സോവിയറ്റ് യൂണിയൻ. ഈജിപ്റ്റ് നേതാവായിരുന്ന അബ്ദുൽ നാസർ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ കൂടി പിന്തുണ. നെഹ്റു, നാസർ, സുകാർണോ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്ന 72 രാജ്യങ്ങൾ പങ്കെടുത്ത ചേരിചേര രാഷ്ട്ര സമ്മേളനം ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കിയ സംഭവമാണ്. അതിൽ ഈ നാസർ ഉണ്ടായിരുന്നു. നാസറിനെ പിന്തിരിപ്പൻ ഇസ്ലാമിക നേതാക്കൾ എതിർത്തപ്പോൾ സോവിയറ്റ് യൂണിയൻ പിന്തുണ കൊടുത്തു. ഈജിപ്തിന്റെ മണ്ണിൽ നിർമ്മിച്ച സൂയസ് കനാൽ ബ്രിട്ടനും ഫ്രാൻസും ഈജിപ്തും കൂടി ചേർന്നുണ്ടാക്കിയതാണ്. ഈജിപ്ത് അതിനെ ദേശവൽക്കരിച്ചപ്പോൾ ബ്രിട്ടീഷ്, ഫ്രഞ്ച് സൈന്യം ഈജിപ്തിനെതിരെ യുദ്ധം നടത്താൻ തയ്യാറായി. സോവിയറ്റ് യൂണിയൻ മുന്നിൽ വന്നു.
ഈജിപ്തിനെ ആക്രമിച്ചാൽ ലണ്ടനും പാരീസും ഞങ്ങൾ ചുട്ടുകരിക്കുമെന്ന് താക്കീത് നൽകി. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതൊക്കെയായിരുന്നു ലോകരാഷ്ട്രീയത്തിൽ സോവിയറ്റ് യൂണിയൻ ഇതൊക്കെയാണ് മറ്റവർക്ക് വലിയ അലോസരം ഉണ്ടാക്കിയത്. മുസ്ലിം ലോകത്തിൽ വലിയൊരു വിഭാഗം ആളുകളുടെ സുഹൃത്തായിരുന്നു സോവിയറ്റ് യൂണിയൻ. കിഴക്കൻ യൂറോപ്പിലെ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ബെൽറ്റ് മുഴുവൻ സോവിയറ്റ് യൂണിയനൊപ്പമായിരുന്നു, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. അവർക്ക് നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണെന്ന് ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസത്തോട് ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. അറബ് ലോകത്തും സോവിയറ്റ് യൂണിയന് നല്ല പിന്തുണയുണ്ടായിരുന്നു. അതിനെ തകർക്കാൻ അമേരിക്ക നടത്തിയ പരിശ്രമങ്ങൾ കേട്ടാൽ അപസർപ്പ കഥകൾ വായിക്കുന്നത് പോലെ വായിക്കാനുണ്ട്. നിരവധി നോട്ടുകളുണ്ട്, നിരവധി പുസ്തകങ്ങളുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം വളർത്തിക്കൊണ്ടുവന്നത്, അതിനെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വിരുദ്ധ ശക്തികൾക്ക് ആയുധമായി കൊടുത്തത്. ഹസൻ അൽ ബന്നായ്, സയ്യിദ് ഖുതുബിനെ പോലുള്ള ആളുകൾ ഈജിപ്തിലും, അബ്ദുൽ വഹാബ് സൗദി അറേബ്യയിലും, മൗലാന അബുൽ അല മൗദൂദി ഇന്ത്യയിലും ഇതിനൊക്കെ വിഭവങ്ങൾ നൽകി സഹായിച്ചത് അമേരിക്കയാണ്. ഇസ്ലാമിക ലോകത്ത് ഉയർന്നു വന്ന ഇടതുപക്ഷ ആശയങ്ങളോടും സോഷ്യലിസത്തോടുള്ള ആഭിമുഖ്യവും സോവിയറ്റ് യൂണിയനോടുള്ള ബന്ധവും തകർക്കാൻ ഇങ്ങനെയാണ് അമേരിക്ക 1991 ശേഷം ഏകധ്രുവ ലോകത്തിലേക്ക്, അവരാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതോടുകൂടി അവരുടെ നയങ്ങൾ ലോകത്തിന് മേൽ അടിച്ചേൽപ്പിച്ചു. എങ്ങനെ അടിച്ചേൽപ്പിച്ചത്? ആഗോളവൽക്കരണ നയം, ചെലവ് ചുരുക്കൽ നയം, ഓസ്ട്രിറ്റി മെഷേഴ്സ് ലോകത്തിന് മേൽ അടിച്ചേൽപ്പിച്ചു. വ്യവസായശാലകളുടെ ഉൽപാദനം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവർ വികേന്ദ്രീകരിച്ചു. ഒരു ഉൽപ്പന്നം ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അതിന്റെ വിവിധ ഘടകങ്ങൾ പലയിടത്തായി ഉൽപ്പാദിപ്പിച്ച് ഒന്നിച്ചു കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റാം. ആഗോളവൽക്കരണം ഉൽപാദന രംഗത്ത് അവർ പ്രയോഗിച്ചു. അപ്പോഴെന്തായി? തൊഴിലാളികൾ വികേന്ദ്രീകരിച്ചു. ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്നതിന് പകരം പലയിടത്തായി ചിന്തിച്ചിതറി പണിയെടുക്കുന്ന സ്വഭാവത്തിലേക്ക് മാറി. തൊഴിലാളി വർഗത്തിന്റെ സംഘടിത ശക്തിയെ കുറയ്ക്കാൻ. കൂലി കുറഞ്ഞ തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിലേക്ക് ഉൽപാദനശാലകൾ മാറ്റി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പല ബഹുരാഷ്ട്ര കമ്പനികളും വന്നത് ഇവിടെ വികസിപ്പിക്കാനല്ല, അവരുടെ പ്രോഡക്റ്റ് ചെലവ് കുറഞ്ഞുണ്ടാക്കാനാണ്, അതുവഴി ലാഭം ഉണ്ടാക്കാനാണ്. വിൽപ്പന ലോകം മുഴുവൻ. ലോകത്തിലെ ഏറ്റവും മുന്തിയ ബ്രാൻഡായ ഒരു ഷൂ ആണ് നൈക്ക് എന്ന് പറയുന്ന ഷൂ, നൈക്ക് ഷൂ. നൈക്ക് ഷൂവിന്റെ ഒരു ഉൽപാദന കേന്ദ്രമായ സൗത്ത് കൊറിയയിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു വർഷത്തെ മൊത്തം കൂലിയേക്കാൾ കൂടുതൽ തുകയാണ് ആ നൈക്ക് ഷൂവിന്റെ പരസ്യത്തിന് നിൽക്കുന്ന ബ്രാൻഡ് അംബാസഡറായ സ്പോർട്സ് താരത്തിന് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഉൽപാദന വികേന്ദ്രീകരിച്ചത്. ഈ സമ്പ്രദായം ലോകം മുഴുവൻ കൊണ്ടുവരാൻ ആഗോളവൽക്കരണ നയത്തിലൂടെ ലോകത്തെ മുഴുവൻ അവർ സ്വാധീനിച്ചു. അങ്ങനെയാണ് ഏകധ്രുവ ലോകം. അതിലേക്ക് ഈ ഞാൻ പറഞ്ഞ കെയ്ൻസിന്റെ സിദ്ധാന്തത്തിലൂടെ അവരുടെ സാമ്പത്തിക മേഖലയിൽ അവർ മാറ്റം വരുത്തി, സാംസ്കാരിക മേഖലയിൽ മാറ്റം വരുത്തി. അങ്ങനെ അവർ മുന്നോട്ട് വന്നു. പക്ഷേ 2008 ആവുമ്പോഴേക്ക് അത് തകർന്നു. മുതലാളിത്തം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, സാധനങ്ങൾ വാങ്ങാൻ മനുഷ്യന്റെ കയ്യിൽ പണമില്ലെങ്കിൽ, കൂലി വർദ്ധിക്കുന്നില്ലെങ്കിൽ, ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ലെങ്കിൽ അതിന് പ്രതിവിധിയായി അവർ കണ്ടതായിരുന്നു വായ്പ കൊടുക്കുക. സബ് പ്രൈം വായ്പ കൊടുക്കുക, പലിശ കുറച്ച് വായ്പ കൊടുക്കുക, പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പലിശ വർദ്ധിപ്പിക്കുക. തിരിച്ചടക്കാൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ചടക്കാനുള്ള വായ്പ വേറെ കൊടുക്കുക. ഈ വിധത്തിൽ കൃത്രിമമായി ഡിമാൻഡ് ഉണ്ടാക്കുക. ആ ഡിമാൻഡിലൂടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ലാഭം ഉണ്ടാക്കുക. ഇതാണ് 2008 അങ്ങ് തകർന്നു വീണത്. സബ് പ്രൈം പ്രതിസന്ധി എന്നാണ് എന്നെ ചുരുക്കി പറയുന്നത്. അമേരിക്ക വലിയ പ്രതിസന്ധിയിലായി. മാത്രമല്ല, അതിനിടയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈന അവരുടെ സ്വതന്ത്രമായ സാമ്പത്തിക നയത്തിലൂടെ അവർ മുന്നോട്ട് വന്നു. സഹ വിജയരാഘവനോട് വിശദീകരിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉൽപാദന മേഖലയിൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, മനുഷ്യ ജീവിത വികസന രംഗത്ത്, രാഷ്ട്രീയമായി അവർ മുന്നോട്ട് വന്നു. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടായി. ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടുകെട്ട് ഒരു ധ്രുവത്തിന് ചുറ്റും നിൽക്കുന്നതിന് പകരം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളടങ്ങുന്ന ഒരു കൂട്ടുകെട്ടുണ്ടായി. ഒരു പുതിയ ധ്രുവം വരികയാണ്. ഷാങ്ഹായ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന വേറൊരു കൂട്ടുകെട്ടുണ്ടായി. ഇങ്ങനെ ലോകത്ത് പുതിയ കൂട്ടുകെട്ടുണ്ടാകാൻ തുടങ്ങി. സാമ്രാജ്യത്വത്തിന്റെ ഏകഛത്രാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികൾ പലയിടത്തായി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അമേരിക്കക്ക് പഴയതുപോലെ ലോകത്തിന്റെ മേൽ എന്തും അടിച്ചേൽപ്പിക്കാം എന്ന അവസ്ഥ മാറി. ആ ധൈര്യത്തിൽ നിന്നാണ്
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന് പറഞ്ഞിട്ടും ഇന്ത്യ നിർത്താത്തത്. എന്നാൽ സുശക്തമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് ഇന്ത്യക്ക് കൈക്കൊള്ളാൻ കഴിയില്ല. കാരണം അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയം അതാണ്. ഇതിന്റെ ഗുണഭോക്താവാണ് അംബാനി. ഗുജറാത്തിലെ ജാംനഗറിൽ അംബാനിയുടെ ഓയിൽ റിഫൈനറിയിലേക്ക് എണ്ണ വരുന്ന റഷ്യയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ റിഫൈനിങ് കോസ്റ്റ്, സംസ്കരണ ചെലവ് ഇന്ത്യയിലെ ഈ പ്ലാന്റിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലിൽ അസംസ്കൃത ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് അവിടെ സംസ്കരിച്ച് ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് കയറ്റുമതി ചെയ്ത് കോടാനുകോടി സമ്പാദിക്കുന്ന അംബാനിയുടെ താല്പര്യമുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വേറെ വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും സാമ്രാജ്യത്വത്തിനെതിരായ ഒരു കർശന നിലപാട് സ്വീകരിക്കില്ല. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നോക്കൂ. ഇസ്രായേലിന് യാതൊരു തകരാറ് സംഭവിക്കാത്ത വിധത്തിലുള്ള പശ്ചിമേഷ്യൻ നയമാണ് അമേരിക്ക ഉള്ളത്. ഒരാളും ഇസ്രായേലിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലപാട്. അതുകൊണ്ടാണ് ഇസ്രായേൽ കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തെ ബുഷ് അപലപിക്കാത്തത്. ആ ഇസ്രായേലുമായി ഇന്ത്യയുടെ ബന്ധം എന്താ? ഇസ്രായേൽ ഒരു മന്ത്രി അവിടെ കൊണ്ടുവന്ന് വ്യവസായ നിക്ഷേപ കരാർ ഉണ്ടാക്കിയില്ല. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരപരാധികളെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേൽ നയത്തിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കുന്നുണ്ടോ നരേന്ദ്രമോദി? അതവരുടെ നയം അതാണ്. ഇത് ഈ നയങ്ങൾക്കിടയിലും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രകടനമാണ് എണ്ണ ഇറക്കുമതിയും അതിന്മേലുണ്ടായ തർക്കവും. അതിപ്പോൾ പരിഹരിക്കാൻ പോകുന്നു എന്നാണല്ലോ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ശക്തമായൊരു ഏറ്റുമുട്ടലിലേക്ക് ഇന്ത്യൻ മുതലാളിത്തം പോവില്ല. കാരണം ഇന്ത്യൻ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തകകളോട് ഒപ്പം നിന്ന് ജനങ്ങളെ കൊള്ളയടിക്കുന്ന വൻകിട ബൂർഷ്വാസിയായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പഴയതുപോലുള്ള മുതലാളിത്തമല്ല ഇന്ത്യയിൽ. വൻകിട ബൂർഷ്വാസിയായി IBM-മായി കൂട്ടുകൂടാൻ കഴിയുന്നവർ, അതുപോലെ വിദേശ കമ്പനികളുമായി സഹകരിക്കുന്നവർ, വിദേശ മൂലധനം ഇറക്കുമതി ചെയ്ത് അതിന്റെ ഗുണഭോക്താക്കളായി പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള മുതലാളിത്ത ശക്തികൾ ഇന്ത്യയിൽ വളർന്നു വന്നതുകൊണ്ട് അവരുടെ വർഗ താല്പര്യം അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് സാഹചര്യം. ഈ ബഹുധ്രുവത ശക്തിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാട്. ഏകധ്രുവ ലോകത്തിന്റെ എല്ലാ മേധാവിത്വം വെച്ചുകൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താനും അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനും ജനങ്ങളുടെ ജീവിതം തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായി ഉയർന്നുവരുന്ന ഈ രാഷ്ട്രീയത്തെ, പുതിയ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അഭിവാദനങ്ങൾ.